തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി വേണമെന്നാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. കാരണം തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും. സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടും. അപ്പോഴത്തേക്ക് നമ്മളുടെ ആവശ്യങ്ങൾ നടക്കുകയും മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണമെങ്കിലും നമ്മളുടെ സാമ്പത്തികം മെച്ചപ്പെട്ടാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം പൈസ ഉണ്ടാക്കുന്നത് എപ്പോഴും ഒരു നല്ല കാര്യമാണ്. അത് ശരിയായ മാർഗത്തിലൂടെ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ചിലർ വിചാരിക്കുന്നുണ്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു തെറ്റായ കാര്യമാണെന്ന് ഒരുപാട് പേര് ധരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. പൈസ ഉണ്ടാക്കുക അതെന്ന് പറഞ്ഞാൽ നേരായ മാർഗത്തിലേക്ക് ഉണ്ടാക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്കും കൂടി ആ പൈസ കൊടുത്തിട്ടുള്ള സഹായങ്ങൾ, ഇപ്പോൾ ഒരാൾക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, അപ്പോൾ നമുക്ക് അവരെ സഹായിക്കണമെങ്കിൽ നമ്മുടെ പൈസ വേണം. ഒരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, അവരെ നമുക്ക് സഹായിക്കണമെങ്കിലും പൈസ വേണം. ഒരാളിന് ഒരു മരുന്ന് വാങ്ങിക്കാനായിട്ട് സഹായിക്കണമെങ്കിലും പൈസ വേണം. ഒരു വീടിന് അവർക്ക് എന്തെങ്കിലും വീട് വെക്കുന്നതിനുള്ള സഹായങ്ങൾ കൊടുക്കണമെങ്കിൽ നമ്മളെ സമ്പത്ത് വേണം. അപ്പം സമ്പത്ത് ഉണ്ടാക്കുക അത് നല്ല രീതിയിലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരാൾക്കൊരു സർവീസ് കൊടുക്കുന്നു. ഇപ്പോൾ ഒരാളുടെ നമ്മളിപ്പോൾ ഒരു 10,000 രൂപ വാങ്ങിക്കുന്നു, ഒരു ഫീസ് വാങ്ങിക്കുന്നു. അപ്പോൾ അത് 1 ലക്ഷം രൂപയ്ക്കോ 2 ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ 5 ലക്ഷം രൂപയ്ക്കോ അതുകൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടാവുന്ന രീതിയിലായിരിക്കണം നമ്മുടെ സർവീസ്. അപ്പോൾ മാത്രമാണ് ആ മണി ഗുഡ് മണി ആകുന്നത്, അല്ലെങ്കിൽ അത് ബാഡ് മണിയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി നേടാനായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ തൊഴിലിന്റെ ദിക്ക് ഫെങ്ഷുയി പ്രകാരം നമുക്കിതിനെ 2 രീതിയിൽ കറക്റ്റ് ചെയ്യാം. ഒന്ന്, ബേസിക് ഫെങ്ഷുയി പ്രകാരം നോർത്താണ് നമ്മളുടെ തൊഴിലിന്റെ ദിക്ക്, കരിയറിന്റെ ദിക്ക് നോർത്താണ്. അപ്പൊ നോർത്ത് ഭാഗത്ത് നമുക്ക് ഒരു വാട്ടർ ഫൗണ്ടൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും. എവിടെയാണ്? ലിവിംഗ് റൂമിന്റെ നോർത്തിൽ അല്ലെങ്കിൽ പുറത്ത് നോർത്ത് ഭാഗത്ത് നമുക്ക് വയ്ക്കുകയാണെങ്കിൽ തൊഴിൽപരമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ചെയ്യാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ സീഹർനമറുടെ നോർത്ത് ഭാഗത്ത് ഒരു ഡ്രാഗന്റെ ഹെഡ്, ടോട്ടോയിസിന്റെ ബോഡി, അതിന്റെ മുകളിൽ ഒരു ലാഫൻ ബുദ്ധ ഇരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സ്റ്റാച്ചു സീഹർനമറുടെ നോർത്ത് ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും. അതുപോലെ ഒരു ഡ്രാഗൺ ടോട്ടോയിസിന്റെ ഹെഡ്, ടോട്ടോയിസിന്റെ ബോഡി, ഇത്തരത്തിലുള്ളൊരു സ്റ്റാച്ചു, ഒരു റൂയും കൂടി നമ്മൾ ഈ വർഷം 2024 വീടിന്റെ കിഴക്ക് ഭാഗത്ത് വെക്കുകയാണെങ്കിൽ അവിടെ 1 എന്ന് പറയുന്ന നക്ഷത്രം വന്ന് നിൽപ്പുകൊണ്ട് നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി നേടാനായിട്ട് ഈ ഒരു ടൂള് നമ്മളെ സഹായിക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീടിന്റെ പുറത്ത് വടക്ക് വശത്ത് ഒരു 6 റോഡ് വിൻചയം ഇടുന്നതും നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് ഏറ്റവും നല്ലതാണ്. അതായത് വടക്ക് ദിക്കിലൊരു എലമെന്റ് ഉണ്ട്. വടക്ക് ദിക്കിലെ എലമെന്റ് ഏതാണ്? വാട്ടർ എലമെന്റ് ആണ്. അപ്പോൾ വാട്ടർ എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് ഏതാണ്? മെറ്റൽ എനർജിയാണ്. അപ്പം ആ ഒരു മെറ്റലിന്റെ 6 പൈപ്പുള്ള ഒരു മെറ്റലിന്റെ എനർജി, ഒരു വിൻചയം വടക്ക് ഭാഗത്ത് കൊണ്ടിടുന്നത് നമുക്ക് ഈ പറയുന്ന തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് ഏറ്റവും നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ അതിനെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് വീടിന്റെ പുറത്ത്, ഇപ്പം ഞാൻ ഒരു പത്തനംതിട്ട ഭാഗത്ത് ഒരു വീട് കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ചെയ്യാനായിട്ട് ഞാൻ അവരുടെ വീടിന്റെ പുറത്ത് ഔട്ട് സൈഡിൽ ഒരു നല്ലൊരു പോണ്ടൊക്കെ വെച്ചിട്ട് അതിനെ ഒന്ന് വാട്ടർ ആക്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ അതൊന്ന് ചെയ്തിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് അവർ മറ്റൊരു ആവശ്യത്തിനായിട്ട് അവരുടെ ഒരു ഫ്രണ്ടിന്റെ വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പോയപ്പോൾ ജസ്റ്റ് ഇതുവഴി ഒന്ന് കയറിപ്പോയപ്പോഴത്തേക്ക് അവർ നല്ലൊരു പോണ്ടൊക്കെ വെച്ചിട്ട് ആ ഭാഗം നല്ലതുപോലെ ഒന്ന് വാട്ടർ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്ടർ ആക്ടിവേറ്റ് ചെയ്തപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രതീക്ഷിക്കുന്നതിന്റെ അപ്പുറത്തോട്ടുള്ളൊരു നല്ല റിസൾട്ട് കിട്ടി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ 2ാമത്തെ മകൻ ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവരിത് ചെയ്ത് ഒരു 2 മാസത്തിനകത്ത് തന്നെ പുള്ളിക്ക് നല്ലൊരു വിസ വന്ന് പുള്ളി കാനഡയിലേക്ക് പോയി നല്ല സാലറിയോടുകൂടി നല്ലൊരു കമ്പനിയിൽ പുള്ളിക്ക് ജോലിയും കിട്ടി. അപ്പോൾ അവർക്കത് ഭയങ്കര റിസൾട്ട്. കാരണം ആ രീതിക്ക് അവരത് തൊഴിൽപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആ റിസൾട്ട് കിട്ടിയപ്പോഴാണ് അവരുടെ ഒരു ബന്ധുവിന് ഒരു കൺസൾട്ടിങ്ങിന്റെ ആവശ്യം വന്നപ്പോഴത്തേക്ക് അവരെന്നെ വിളിച്ച് അത് കൺസൾട്ട് ചെയ്ത്. കാരണം ഈ രീതിയിൽ നമ്മൾ തന്നെ പോലും പ്രതീക്ഷിക്കാത്ത ഒരു അപ്പുറത്തേക്കുള്ള റിസൾട്ട് കൊണ്ടുവരാനായിട്ട് ഫെങ്ഷുയിലൂടെ സാധിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് 3-4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നും കൂടെ ഞാൻ പറയാം. നിങ്ങളുടെ സീഹർനമറുടെ വടക്ക് ഭാഗത്ത് ഒരു വാട്ടർ ഫൗണ്ടൻ വെക്കുക. വീടിന്റെ പുറത്ത് വടക്ക് വശത്ത് ഒരു വാട്ടർ ആക്ടിവേഷൻ കൊടുക്കുക. എല്ലാം കൂടെ ചെയ്യേണ്ട, ഏതെങ്കിലും 1 2 ചെയ്താൽ മതി. വീടിന്റെ പുറത്ത് വടക്ക് വശത്ത് ഒരു വിൻചയം തൂക്കുക. വീടിന്റെ സീഹർനമറുടെ വടക്ക് വശത്ത് ഞാൻ നേരത്തെ കാണിച്ചതുപോലുള്ള ഒരു ബുദ്ധയെ വെക്കുക. നിങ്ങളുടെ വീടിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു ഡ്രാഗൺ ടോർട്ടോയിസും ഒരു റൂയും കൂടെ വെക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും 1-2 കാര്യങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ തൊഴിൽപരമായിട്ട് നല്ല വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 1-2 ടൂളുകൾ കൂടെ പരിചയപ്പെടുത്താം.
ഇതൊരു 5 എലമെന്റ് പഗോഡ എന്ന് പറഞ്ഞിട്ടൊരു ടൂളാണ്. ഇത് നിങ്ങൾക്ക് എല്ലാ വർഷവും നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും ഒരു സെക്ടറിൽ 5 എന്ന് പറയുന്നൊരു നക്ഷത്രം വരും. 2024 പടിഞ്ഞാറ് ഭാഗത്താണ് ഈ 5 വന്ന് നിൽക്കുന്നത്. അതിന് നല്ലൊരു റെമഡിയായി 5 എലമെന്റ് പഗോഡ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് പേരും പ്രശസ്തിയും അംഗീകാരവും വിജയവും കിട്ടാനായിട്ട് ശ്രീഹരിനമ്പൂരിയുടെ സൗത്ത് ഭാഗത്ത് ഒരു വിക്ടറി ഹോഴ്സിനെ വെക്കുന്ന നല്ലതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ശ്രീഹരിനമ്പൂരിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു പഗോഡ ടവർ വയ്ക്കാം. വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളെ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ക്വാൻ കിങ്ങിന്റെ സ്റ്റാച്ചു കയ്യിലൊരു വാളുമായിട്ട് നിൽക്കുന്നത് പ്രധാന ഡോറിലോട്ട് നോക്കി നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.